അത് ദിക്റുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ ചെറിയ ബദുരൈത്ത്, വലിയ ബദുരൈത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരുപാട് ബദുരൈത്തുകൾ ഇവിടെ ഉണ്ട്. മഹാന്മാരാവുന്ന പല ഉസ്താദന്മാരുണ്ടാക്കിയ ഒരുപാട് ബദുരൈത്തുകളുണ്ട്. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് ചെറിയ ബദുരൈത്ത് എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ മജ്‌ലിസുന്നൂർ എന്നുള്ള പേരിൽ നമ്മളിവിടെ ചെല്ലണ ഇതിനിക്ക് അബ്ദു ബിസ്മിൽ വാഹിദി എന്ന് പറഞ്ഞ് അത് മുതൽ തുടങ്ങണം. ബിസ്മിൽ മുഹൈമിനി അബുത്തദീം ലായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ബദുർവൈത്ത് ഉണ്ട്. അതിന് വലിയ ബദുർവൈത്ത് എന്ന് പറയും. ഈ വലുത് ചെറുത് എന്ന് പറയാൻ കാരണം അതിൽ കുറച്ച് ആളുകളെ പേര് അധികം ഉണ്ടായി, ഇത് കുറച്ചുണ്ടായി എന്നുള്ളതല്ല. രണ്ടിലും മഹാന്മാരാവുന്ന ബദരീങ്ങൾക്കുള്ളതായ അസ്മാക്കൾ ആ പേര് രണ്ടിലുണ്ട്. പക്ഷെ പലരോടും ബന്ധപ്പെട്ടതായ വിശേഷണങ്ങളും മറ്റും കൂടിയതുകൊണ്ട് അതിന് വലിയ ബദരീത്ത് എന്ന് പറഞ്ഞു, ഇതിന് ചെറിയ ബദരീത്ത് എന്ന് പറഞ്ഞു. പഴയ കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ വീട്ടുകളിൽ നിന്ന് പറഞ്ഞതുപോലെ നിർബന്ധം എന്നത് കുട്ടികളെ കൊണ്ട് ചെല്ലിപ്പിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കറിയാം, വീട്ടിൽ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ യശാമാരിവിൻ്റെ ഇടയിൽ പലതും ചെല്ലണം, ആ കൂട്ടത്തിൽ ഇതും ചെല്ലണം. ഇത് ദിവസം ചെല്ലണം. അന്ന് ഈ ചെറിയ ബദുരൈത്ത് എന്ന് പറഞ്ഞത്, വലിയ ബദുരൈത്ത് ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലേക്കോ അതും ചെല്ലിപ്പിക്കും. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മഹാന്മാരാവുന്നതായ നമ്മുടെ ഈ മുൻകഴിഞ്ഞതായ മഹത്തുക്കളാവുന്ന നമ്മളെ ഉസ്താദന്മാർ അവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടി ചൊല്ലിപ്പോരുന്നതായ ഒരു ദിക്റാണ് ചെറിയ ബദുരൈത്താണെങ്കിലും വലിയ ബദുരൈത്താണെങ്കിലും. അത് പിന്നെ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ബദുരൈത്തുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പലരും രചിച്ചിട്ടുണ്ട്. നല്ല സരസമായ രീതിയിലുള്ള ബദുരൈത്ത് വന്നിരായ എൻ്റെ ഉസ്താദ് തിരങ്ങാടി ബാപ്പുസ്ലിയാർ രചിച്ചതായ ഒരു ബദുരൈത്തുണ്ട്. അത് വളരെ വളരെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു ശൈലിയാണത്. അത് അങ്ങനെ പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടും ആയിരുന്നു നമ്മളെ രാജ്യങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ബദുരൈത്തായിട്ട് നമ്മളെ ആളുകൾ ചെല്ലിയിരുന്നത്. ഇത് ഈ ബദുരൈത്ത് അല്ലാത്ത സ്വഭാവത്തിലും ജനങ്ങൾ ബദരീങ്ങൾക്കുള്ളതായ അസ്മാക്കൾ ചെല്ലലുണ്ടായിരുന്നു. മഹാന്മാരാവുന്ന മുൻകഴിഞ്ഞതായ നമ്മളെ ഉസ്താദന്മാരൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എല്ലാവരും അധിക ആളുകളും അസ്മാഉൽ ബദറിന്റെ ഇജാസത്തുള്ളവരും അത് ചെല്ലാൻ വേണ്ടി അനുവാദം കൊടുക്കുന്നവരുമായിരുന്നു. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പോന്നിരുന്നതായ ഒരു സ്വഭാവമാണ്. ഇത് നമ്മളെ നാട്ടിൽ ഇവിടെ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ സുന്നികൾ കുറച്ചാൾ തുടങ്ങിയതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് സുന്നികളാവുന്ന ആളുകൾ തുടങ്ങിയതല്ല. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിയാത്താവുന്നതായ ബീവിമാര് അവരോട് ബന്ധപ്പെട്ടതായ പ്രത്യേകമാവുന്നതായ ദിവസങ്ങളിൽ അവർക്കിങ്ങനെ ബദരീങ്ങൾക്കുള്ള അസ്മാകൾ അതൊരു പദ്യരൂപത്തിൽ ചൊല്ലിക്കൊണ്ടിട്ട് പാടി പറയുകയും ദഫ്മുട്ട് പാടുകയും ചെയ്യുന്നതായ ഒരു പതിവുണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ. അതുണ്ടായിരുന്നു മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. എന്താ അതിന്റെ കാരണം? ഇത് മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ ദിക്റുകളെ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ദിക്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ്വ പേരുകളും അള്ളാഹുവിന്റെ അസ്മാ മുഴുവനും അത് ദിക്റുകളാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് ദിക്റുകളാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയൽ അത് ദിക്ർ തന്നെയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു ഖാലിഖുസ് സമാവാതി വൽ അർദ് റാസിഖു മൻ ഫിസ് സമാവാതി വൽ അർദ്, അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല ദിക്റുകൾ ഉണ്ടായിരുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അസ്മാകളെ പറയലുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ പറയലുണ്ടായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അഫ്ആലുകൾ അള്ളാഹുവിന്റെ പ്രവർത്തികളെ സംബന്ധിച്ച് പറയലുണ്ടായിരുന്നു. ഇതൊക്കെ ദിക്റുകൾ തന്നെയാണ്. അതുപോലെ ദിക്റുകൾ തന്നെയാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ളതായ അസ്മാക്കൾ.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂള്ള വരെയുള്ളതായ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, ഇവരെ പേരുകൾ പറയുക, അത് ദിക്ർ തന്നെയാണ്. ആദം എന്ന് 10 വട്ടം പറഞ്ഞാൽ ആദം നബിന്റെ പേര് എന്നുള്ള നിലക്ക് ആദം എന്ന് പറയുന്നത് ദിക്റാണ്. അല്ലാതെ എനിക്കൊരു മകൻ ഉണ്ടായി നിനക്ക് ആദം എന്ന് പറഞ്ഞ ഓനെ 10 വട്ടം വിളിച്ചാൽ ദിക്റാവുന്നല്ല. അപ്പൊ മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുള്ള പേരുകൾ അത് ദിക്റുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഒരവസരത്തിൽ മദീനത്തെ പള്ളിന്റെ മുന്നിൽ നിന്നും കൊണ്ടിട്ട് ഹബശിയാക്കളാവുന്നതായ സ്വഹാബത്ത്